എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് സിമ്പിളായി എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതാ ഇങ്ങനെ വരും. ഇതിന് താഴെ ഇങ്ങനെ ഹോം എന്നും ഷോർട്സ് എന്നും ഒക്കെ കിടപ്പില്ലേ, അതിൻ്റെ അറ്റത്തായിട്ട് ഒരു യു എന്ന് പറയുന്നൊരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി സ്വിച്ച് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജിമെയിൽ ID വരും. അതിൻ്റെ സൈഡിലായിട്ടൊരു പ്ലസ് സൈൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ജിമെയിൽ അക്കൗണ്ട് പുതിയൊരെണ്ണം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ കൺഫേം പാറ്റേൺ എന്ന് പറഞ്ഞു വരും, അത് ഫോണിൻ്റെ ലോക്ക് തന്നെയാണ്, അത് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരും. അതിൽ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കൊടുക്കുക. അപ്പോൾ ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്ന് പറഞ്ഞെടുക്കും. ഫോർ മൈ പേഴ്സണൽ യൂസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫുൾ നെയിമും സർനെയിമും കൊടുക്കാൻ വരും. ഫുൾ നെയിം നിങ്ങളുടെ എന്താണോ പേര് അത് കൊടുക്കുക. സർനെയിം ഓപ്ഷണലാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, അതുപോലെ ജെൻഡർ എന്താണെന്നും കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഓൾറെഡി തന്നെ നമുക്ക് 2 ജിമെയിൽ അക്കൗണ്ട് തരും. അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ചൂസ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഒരെണ്ണം കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ യെസ് ഐ എം ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് യു എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ഫോട്ടോ കൊടുക്കാം. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആഡായി വരും. ഇനി നമുക്ക് നെയിമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ചാനലിന് ഏത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കാം. ഞാനിവിടെ കടുകെന്നാണ് കൊടുക്കുന്നത്. ഇനി സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡിലും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിത് മാറ്റുന്നില്ല, ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ക്രിയേറ്റ് ചാനലെന്ന് ഏറ്റവും താഴെ ക്രിയേറ്റ് ചാനലെന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറിന് ബാക്കിലായിട്ട് ചാനലിൻ്റെ ബാനർ സെറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരുന്നാലേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ പേരും ഹാൻഡിലും ചാനൽ URLും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷനാണ് ചെയ്യേണ്ടത്. ഡിസ്ക്രിപ്ഷനിൽ വരേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാനൽ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചാനലിൽ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ, കൊളാബറേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളൊരു ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഇമെയിൽ അക്കൗണ്ട് കൊടുത്താൽ അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും യൂട്യൂബ് ചാനലിന് നമ്മൾ ഉപയോഗിച്ച ഇമെയിൽ അക്കൗണ്ട് കൊടുക്കാതിരിക്കുക. വേറെ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ
അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്രിപ്ഷനായി. പിന്നെ അതുപോലെ പ്രൈവസി എപ്പോഴും ഓണായി തന്നെ ഇരിക്കണം. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ ഓഫാക്കി ഇട്ടിരുന്നാൽ നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചാനൽ കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാത്തത്, വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ എത്ര സിമ്പിളായിട്ട് ചെയ്യാവോ അതുപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.